ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. അങ്ങനെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ആർസണലിൻ്റെ പെർഫോമൻസ് അത്ര സ്പീഡ് പോരാ എന്നുള്ള രീതിയിൽ ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റുള്ള ക്ലബ്ബുകൾ നോക്കുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഓൾറെഡി അവരുടെ മേജർ സൈനിങ്സ് ഒക്കെ ഏറെക്കുറെ നടത്തി കഴിഞ്ഞു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ. പക്ഷേ ആർസണൽ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഒരു മെല്ലപ്പോക്കാണ് എന്നുള്ളൊരു സ്ഥിരം ശൈലിയിൽ തന്നെയാണ് പോക്ക് എന്നുള്ളൊരു ഒരു ഒരു വിമർശനം, ഒരു കളിയാക്കൽ ഉണ്ടായിരുന്നു. പക്ഷേ ജൂൺ ആയപ്പോഴേക്കും ആൻഡ്രിയ ബെർട്ട പതുക്കെ ആ ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഓൾറെഡി സുബമെൻഡിയുടെ കാര്യം സീൽ ചെയ്താണ്. അതിനുശേഷം ഇപ്പോൾ ചെൽസിയിൽ നിന്നും കെപ്പ വരുന്ന കാര്യം ഏറെക്കുറെ സീൽ ചെയ്താണ്. നമുക്ക് നേരത്തെ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ. പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ നമ്പർ 6 പൊസിഷനിൽ ഓൾറെഡി തോമസ് പാർട്ടി പോവുകയാണ്, പ്ലെയർ നിൽക്കുന്നില്ല, ആർസണൽ വിട്ട് ഫ്രീ ഏജൻ്റായിട്ട് പോവുകയാണ്. ആ നമ്പർ 6 പൊസിഷനിലേക്ക് മറ്റൊരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറിനെ ആൻഡ്രിയ ബെർട്ട ആഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ബ്രെൻറ്റ്ഫോർഡിൻ്റെ പ്രീമിയർ ലീഗിൽ തന്നെ ബ്രെൻറ്റ്ഫോർഡിൻ്റെ ക്യാപ്റ്റനായ ഡാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ക്രിസ്റ്റ്യൻ നോർഗാർഡിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്ലെയറായിട്ട് ഇപ്പം ടോക്സും കാര്യങ്ങളൊക്കെ നടന്നു, എഗ്രിമെൻറ്റിലെത്തി, ക്ലബ്ബുമായിട്ട് എഗ്രിമെൻറ്റിലെത്തി എന്നുള്ളതാണ്. സോ 10 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഡീലായിരുന്നു. അത് ആഡ് ഓൺസ് ഒക്കെ കൂട്ടി വരുമ്പോൾ ടോട്ടൽ പാക്കേജ് 50 മില്യൺ പൗണ്ട്സിന് അടുത്ത് വരും. സോ പ്ലെയറായിട്ടും ക്ലബ്ബായിട്ട് എഗ്രിമെൻ്റൊക്കെ എത്തി. ഇനി മെഡിക്കലാണ് ഫോളോ ചെയ്ത് വരാനുള്ളത്. അവിടെ കഴിയുന്നില്ല. പിന്നെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്കാണ് നേരെ. ക്രിസ്ത്യൻ മസ്കറ എന്ന് പറയുന്ന സ്പാനിഷ് സെൻറ്റർ ബാക്ക്, വാലൻസിയയുടെ സെൻറ്റർ ബാക്കാണ്. ആ ഒരു പ്ലെയറിനെയും കൂടി ക്ലബ്ബ് എത്തിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ പ്ലെയറായിട്ട് പേഴ്സണൽ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എത്തി. ക്ലബിനൊരു ഫസ്റ്റ് ബിഡ് വെച്ചിരുന്നു വാലൻസിയയ്ക്ക്, പക്ഷേ വാലൻസിയ അത് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. അറൗണ്ട് 50 മില്യൺ പൗണ്ട്സിനടുത്തായിരുന്നു ഫസ്റ്റ് ബിഡ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഒരു ഇമ്പ്രൂവ്ഡ് ബിഡ് വെക്കാനായിട്ട് ആർസണൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ആ ഒരു ഇമ്പ്രൂവ്ഡ് ബിഡിൽ കാര്യങ്ങൾ സെറ്റാകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. സോ ക്രിസ്ത്യൻ മസ്കറയും കൂടി നമ്മുടെ ആ ഒരു ഡിഫെൻസീവ് ലൈന് ശക്തി പകരാനായിട്ട്, ഗബ്രിയേലിൻ്റെയും സാലിബയ്ക്ക് ഒരു പ്രോപ്പർ ബാക്കപ്പ് അലോങ് വിത്ത് ജേക്കബ് കിവിയർ കൊടുക്കാനായിട്ട് ക്രിസ്ത്യൻ മസ്കറയും ആർസണലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവിടെയും കഴിയുന്നില്ല. അഗെയിൻ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ എബറച്ചി എസ്സെ, നമ്മുടെ നോർത്ത് ലണ്ടൻ റൈവൽസായ ടോട്ടനം ഹോട്ട്സ്പർ ഓട്ടിട്ടുള്ള പ്ലെയറാണ്. അറൗണ്ട് 68 മില്യൺ പൗണ്ട്സ് അവിടെ പൊട്ടിക്കേണ്ടി വരും. സോ ആ ഒരു പ്ലെയറുമായിട്ട് ആർസണൽ ടോക്സ് തുടങ്ങി എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. സോ ഒരു പതുക്കെ സ്റ്റാർട്ട് ചെയ്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഈ ജൂൺ അവസാനമായപ്പോഴേക്കും ഒരു ഫുൾ സ്പീഡിലേക്ക്, അല്ലെങ്കിൽ ആ ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആൻഡ്രിയ ബെർട്ടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. സോ ബ്രെൻറ്റ്ഫോർഡിൽ നിന്നും ആർസണലിലേക്ക് വരുന്ന ക്രിസ്ത്യൻ നോർഗാർഡിൻ്റെ വരവ് ടീമിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും, എങ്ങനെയായിരിക്കും പ്ലെയർ നമ്മുടെ ടീമിനോട് സെറ്റ് ആവുക, കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് ട്രാൻസ്ഫർ വിശേഷങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കെൻഡ് ഈ വീഡിയോ ക്രിസ്ത്യൻ നോർഗാർഡിൻ്റെ വരവും പ്ലെയറിൻ്റെ അനാലിസിസും കാര്യമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ വീക്കെൻഡ് പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയ ഒരു ഡബിൾ മണ്ടത്തരം കാരണം ഷൂട്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഡബിൾ മണ്ടത്തരമായിരുന്നു. റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വീഡിയോസ് നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ വീക്കെൻഡിൽ തന്നെ നമ്മൾ ക്രിസ്ത്യൻ നോർഗാർഡ് ആർസണലിലേക്ക് വരുന്നതിനെ കുറിച്ചൊരു വീഡിയോ പ്ലാൻ ചെയ്തിരുന്നതാണ്. സോ എനിവേ, ക്രിസ്ത്യൻ നോർഗാർഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ ഡാനിഷ് പ്ലെയറാണ്. 31 വയസ്സുണ്ട് പ്ലെയറിന്. 6 അടി 1 ഇഞ്ച് ഉയരമുണ്ട് ഈ പ്ലെയറിന്. 6 അടി 1 ഇഞ്ച് ഉയരമുണ്ട് ഈ പ്ലെയറിന്. സോ ഇനി പ്ലെയറിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2011-12 സമയത്ത് ഡെൻമാർക്കിലെ ലിങ്ബി എന്ന് പറയുന്ന ക്ലബ്ബിലാണ് ഇദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2012 ജനുവരിയിൽ ഇദ്ദേഹം ജർമ്മനിയിൽ ഹാംബർഗർ SV എന്ന് പറയുന്ന ക്ലബ്ബിലേക്ക് ചേക്കേറി. അവിടെ ആദ്യം ബി ടീമിലായിരുന്നു, അതിനുശേഷമാണ് സീനിയർ ടീമിലേക്ക് എത്തിയത്. പക്ഷേ 2013 ആയപ്പോൾ തന്നെ പ്ലെയർ അഗെയിൻ ഡെൻമാർക്കിലേക്ക് തിരിച്ചു വന്നു. അവിടെ ബ്രോൺബി എന്ന് പറയുന്ന ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചത്. 5 കൊല്ലം ആ ഒരു ക്ലബ്ബിൽ അദ്ദേഹം അവിടെ കളിച്ചു. 2018 അദ്ദേഹം ഇറ്റാലിയൻ ക്ലബ്ബായ ഫ്യോറന്റീനയിലേക്ക് പോയി. പക്ഷെ അവിടെ കാര്യങ്ങൾ അത്ര സെറ്റായില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2019 പ്ലെയർ ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് വന്നു, ബ്രെൻറ്റ്ഫോർഡിന് വേണ്ടി കളിക്കാനായിട്ട് വന്നു എന്നുള്ളതാണ്. അതിനുശേഷം 2021 പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ കിട്ടിയ ടീമിൻ്റെ ഭാഗമായിരുന്നു, ബ്രെൻറ്റ്ഫോർഡ് ടീമിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു പ്ലെയർ. 2023 ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടും ഈ ഒരു പ്ലെയർ നിയമിതനായി എന്നുള്ളതാണ്. സോ ഇതാണ് ഈ പ്ലെയറിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓൾറെഡി പ്രീമിയർ ലീഗ് ബ്രെൻറ്റ്ഫോർഡിന് വേണ്ടി 120 മേലെ മത്സരങ്ങൾ ഈ പ്ലെയർ കളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് സീസൺ നോക്കുകയാണെങ്കിൽ 5 ഗോളും 4 അസിസ്റ്റും ഈ ഒരു പ്ലെയർ ബ്രെൻറ്റ്ഫോർഡിന് വേണ്ടി പ്രീമിയർ ലീഗിൽ നേടി എന്നുള്ളതാണ്. സോ ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ എക്സ്പീരിയൻസ്ഡ് സ്പെസിമെനെയാണ് നമുക്ക് കിട്ടുന്നത് ക്രിസ്ത്യൻ നോർഗാർഡിലൂടെ നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് എന്നുള്ളതാണ്. സോ ഇതിൽ ആദ്യമേ പറയേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ നോർഗാർഡ് വരുന്നത് തോമസ് പാർട്ടിക്ക് പകരക്കാരനായിട്ടല്ല. കാരണം തോമസ് പാർട്ടി നമ്മുടെ നമ്പർ 6 പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടറായിരുന്നു. നെക്സ്റ്റ് സീസണിലേക്ക് ആ ഒരു പൊസിഷൻ അലങ്കരിക്കാൻ പോകുന്നത് മാർട്ടിൻ സുബിമെൻഡിയാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സോ നമ്മുടെ മറ്റൊരു നമ്പർ 6 മിഡ്ഫീൽഡറായി കളിച്ചിരുന്ന ജോർജീനോയ്ക്ക് പകരക്കാരനായിട്ട്, ജോർജീനോ ഫ്രീ ഏജൻ്റായിട്ടാണ് പോയത്. ജോർജീനോയ്ക്ക് പകരക്കാരനായിട്ടാണ് ഇവിടെ ക്രിസ്ത്യൻ നോർഗാർഡ് ക്ലബ്ബിലേക്ക് വരുന്നത്. സോ മിനിറ്റ്സ് ഒക്കെ വളരെ റെഗുലേറ്റഡ് ആയിരിക്കും മാർട്ടിൻ സുബിമെൻഡിനെ വെച്ച് നോക്കുമ്പോൾ പ്ലെയറിൻ്റെ. പക്ഷേ ആ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്ത് പ്ലെയർ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ പ്ലെയറിനും അറിയാം സ്റ്റാർട്ടർ ആയിരിക്കില്ല,
ഒരു ബെഞ്ച് പ്ലെയർ ആയിട്ടായിരിക്കും, പ്രൊജക്ട് പ്ലെയർ ആയിട്ടായിരിക്കും വരുന്നത് എന്നുള്ളത് അറിയാം. പക്ഷേ പ്ലെയർ അത് ചൂസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. തോമസ് പാർട്ടിനെയും ഈ പ്ലെയറിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. തോമസ് പാർട്ടിയൊക്കെ ചോദിച്ചിരിക്കുന്ന, ഇപ്പോൾ ഒരു എക്സ്റ്റൻഷന് വേണ്ടി തോമസ് പാർട്ടി ചോദിച്ചിരുന്ന ഫീ ഒക്കെ വളരെ ഹൈ ആയിരുന്നു. മോർ ദാൻ 200K pounds പെർ വീക്കൊക്കെ ചോദിച്ചതാണ്. മോർ ദാൻ എത്രയാണെന്നുള്ള കറക്റ്റ് അറിയില്ല, നല്ല ഹൈ ഫീസ് തന്നെയാണ് ചോദിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്രയൊന്നും ഫീ ഈ പ്ലെയറിന് കൊടുക്കേണ്ടിയും വരുന്നില്ല. ട്രാൻസ്ഫർ ഫീലും വലിയ കാര്യമായിട്ട് അത്ര വലിയ ഒരു ബഡ്ജറ്റ് പൊട്ടിക്കേണ്ടിയും വന്നിട്ടുണ്ട് ആഴ്സണൽ. സോ എന്തുകൊണ്ടും ഒരു സ്മാർട്ട് സൈനിങ് ആയിട്ട് തന്നെ ക്രിസ്റ്റ്യൻ നോർഗാർഡിനെ കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. സോ ഇനി പ്ലെയറിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അഗ്രസീവ് ടെക്സ്റ്റ് ബുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഈ പ്ലെയറിനെ കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ്. ഈ പ്ലെയറിൻ്റെ ഓൺ ദ ബോൾ എബിലിറ്റീസിനേക്കാളും കൂടുതൽ ഡിഫൻസീവ് എബിലിറ്റീസാണ് കുറച്ചും കൂടി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഓൺ ദ ബോൾ മോശമാണെന്നല്ല, പക്ഷേ ഡിഫൻസീവ് എബിലിറ്റീസ് ആണ് കുറച്ചും കൂടി പ്ലെയറിൻ്റെ ഒരു സ്ട്രോങ് സൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഡിഫൻസീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈൻ കട്ടർ എന്നൊക്കെ പറയില്ല നമ്മൾ വേണമെങ്കിൽ, ഈ പാസ് ലൈനിലേക്ക് ഇടയിൽ കയറിയ പന്ത് ബ്ലോക്ക് ചെയ്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുക്കുന്ന രീതി. സോ ഒരു ലൈൻ കട്ടർ പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇൻ്റർസെപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ, അതേപോലെ ടാക്കിൾസ് വയ്ക്കുന്ന കാര്യത്തിൽ അത് ആർസണൽ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ടാക്കിൾ ചെയ്യുമ്പോൾ അഗ്രസീവ്നെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. നമുക്കെതിരെയും മാർട്ടിനെല്ലിനെയൊക്കെ ഇടിച്ചിട്ടതൊക്കെ നമ്മൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. സോ അത്രയും അഗ്രസീവായിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം പ്ലെയറിൻ്റെ ഒരു എബിലിറ്റീസിൽ ഡീപ്പ് സിറ്റ് ചെയ്യുന്നതിൽ ഒരു മടിയില്ലാത്ത പ്ലെയറാണ്. അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ വളരെ ഭംഗിയായിട്ട് കീപ്പപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ ബ്രെൻഫോർഡിന് വേണ്ടി കളിക്കുമ്പോൾ ഡീപ്പ് സിറ്റിംഗ് പൊസിഷനിൽ കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട് മിക്കപ്പോഴും ഈ ഒരു പ്ലെയറിന്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലീഡ് നമ്മൾ മിക്കപ്പോഴും ഓൺ ദ ബോൾ ആയിരിക്കും, പൊസിഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ ബ്രെൻഫോർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീം പ്ലേയിങ് സ്റ്റൈലിലും പൊസിഷൻ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ലീഡ് പ്രൊട്ടക്ട് ചെയ്യേണ്ട സാഹചര്യം വന്നേക്കാം, അപ്പോൾ ഡീപ്പ് സിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വന്നേക്കാം. ആ ഒരു സമയത്തൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടൊരു പ്ലെയറായി മാറാം ക്രിസ്റ്റ്യൻ നോർഗാർഡ് എന്നുള്ളതാണ്. സോ മെയിൻലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബോട്ടം ടേബിൾ ടീംസിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും ക്രിസ്റ്റ്യൻ നോർഗാർഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ടീമിൽ. മറ്റുള്ള സമയത്തൊക്കെ മാർട്ടിൻ സുബിൻ്റെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ വലിയ വലിയ മത്സരങ്ങളാണെങ്കിലും മറ്റുള്ള മത്സരങ്ങളാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ മേ ബി ഒരു 70-75 മിനിറ്റ്സിന് ശേഷം ആ ഒരു ടയേർഡ് ലെഗ്സ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അവിടേക്ക് നല്ല രീതിയിൽ കവറേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. മിഡ്ഫീൽഡ് നന്നായിട്ട് കവർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ തന്നെ മോസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ് പ്രീമിയർ ലീഗിൽ നോക്കി കഴിഞ്ഞാൽ ഈ പ്ലെയറിൻ്റെ പേര് ടോപ്പിലുണ്ടാവും എന്നുള്ളതാണ്. സോ അവിടെ പറയുകയാണെങ്കിൽ 31 വയസ്സായ പ്ലെയറിന് അപ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്താൽ പോരെ എന്നൊരു ഡിബേറ്റ് ഉണ്ടാവും. പക്ഷേ ലെറ്റ്സ് സീ, അതിപ്പോൾ നമുക്ക് സീസൺ തുടങ്ങി കഴിയുമ്പോൾ ഒരു ഡിബേറ്റിന് വരാനുള്ള ചാൻസ് ഉള്ളതാണ്. അതപ്പോൾ നോക്കാം നമുക്ക്. എനിവേ ഗ്രൗണ്ട് ഏരിയ നന്നായിട്ട് കവർ ചെയ്യുന്ന പ്ലെയറാണ്. ആൻഡ് ട്രാൻസിഷൻ സമയത്തല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈൻ കട്ടിങ് ഇൻ്റർസെപ്ഷൻ വെക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ആൻഡ് ടാക്കിളിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരു രീതിയിൽ ഒരു മടിയും ഇല്ലാത്ത പ്ലെയറാണ്. ടാക്ലിംഗ് ഫ്രം ദ ബിഹൈൻഡ് ആണെങ്കിലും വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ പ്ലെയർ ചെയ്യും. ചില സമയത്ത് അത് റാഷ് ടാക്കിൾസ് ആയിട്ട് ഹാർഷായിട്ട് പോകാറുമുണ്ട്. പക്ഷേ ടാക്കിളിങ്ങിന് ഒട്ടും മടിയില്ലാത്തൊരു പ്ലെയർ തന്നെയാണ്. ആൻഡ് ബോൾ വിന്നിങ് കേപ്പബിലിറ്റി അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒപ്പോണൻറ്റിനെ ക്ലോസിങ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു പ്ലെയറിൻ്റെ. ഒപ്പണൻ്റെ കല്ല് വന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസിങ് ചെയ്ത്, അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഒരു ക്വിക്ക് റിക്കവറി സംഭവിക്കും എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ബോൾ വെച്ചിട്ട് ഒരു ഓർക്കസ്ട്രേറ്റഡ് റോൾ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് പാസ് വെക്കാനായിട്ട് ഈ പ്ലെയർ മിക്കപ്പോഴും ശ്രദ്ധിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. സോ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം കളിക്കുന്ന സമയത്ത് വളരെയധികം വാല്യുബിൾ ഇൻപുട്സ് കൊടുക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ക്രിസ്റ്റ്യൻ നോർഗാർഡ്. നല്ല രീതിയിൽ ഫിസിക്കാലിറ്റി യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 6 അടി 1 ഇഞ്ച് ഉയരമുണ്ട് ഈ ഒരു പ്ലെയറിന്. ഗോൾ വലയ്ക്ക് മുമ്പ് ഒഫൻസീവ്ലി ഏരിയൽ ത്രെറ്റ്സ് കൊണ്ടുവരുന്നതിൽ ഈ പ്ലെയർ മികച്ചു നിൽക്കുന്നൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ ഞാൻ പറഞ്ഞ പോലെ 5 ഗോൾ നേടിയാൽ മൾട്ടിപ്പിൾ ഗോൾസ് ഹെഡർ ഗോൾസ് ആയിരുന്നു. ഈ ഫ്രീ കിക്സ്, അതേപോലെ ലോങ് ത്രോസ്, കോർണർ സിറ്റുവേഷൻസിലെല്ലാം അതിൻ്റെ അറ്റത്ത് തൻ്റെ തല കൊണ്ടെത്തിക്കുന്നതിൽ അത്യാവശ്യം നല്ല ടെൻഡൻസി ഉള്ള പ്ലെയറാണ്. നമുക്കറിയാം ആർസണലിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത്. ആൻഡ് അതേപോലെ തന്നെ പ്ലെയറിൻ്റെ ലോങ് ബോൾ ആട്രിബ്യൂട്ടും എടുത്തു പറയണം എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഡയഗണൽ ലോങ് ബോൾസ് കൊടുത്ത് വിങ്ങിലേക്ക്, ഇപ്പോൾ ബ്രെൻഫോർഡിലാണെങ്കിൽ എംബുമോനെയൊക്കെ കണ്ടെത്തുന്നതിൽ അതുവഴി എംബുമോനെ ഒരു 1-on-1 സിറ്റുവേഷൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ അത് ആർസണലിലേക്ക് വരുമ്പോൾ കായസാക്കയിലേക്കും അങ്ങനെ ഒരു പാസ്, ഒരു ലോങ് ഡയഗണൽ പാസ്സൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ ഈ പ്ലെയറിനും കഴിയട്ടെ. ഒരു 1-on-1 സിറ്റുവേഷനിലേക്കൊക്കെ കയസാക്കി എത്താനായിട്ട് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സീസണിൽ അത് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. ആൻഡ് ഇനി പ്ലെയറിൻ്റെ ലാസ്റ്റ് സീസണിലെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏരിയൽ ഡ്യൂൽസിൻ്റെ കാര്യത്തിൽ മികച്ചൊരു പ്ലെയർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കാലിറ്റി യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. കാരണം 1.65 ആണ് പ്ലെയറിൻ്റെ ഏരിയൽ ഡ്യൂൽസ് വിൻ ചെയ്ത കണക്ക് നോക്കുകയാണെങ്കിൽ. ഇൻ്റർസെപ്ഷൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1.56 ആണ്. റിക്കവറീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6.14 ആണ്. സോ ആ പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഫിസിക്കാലിറ്റി യൂസ് ചെയ്ത് ഡിഫൻസീവ് ഡ്യൂട്ടീസ്
ഫിഗേഴ്സ് കീപ്പ് അപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് എന്നുള്ളത്. സോ ഇനി ആ ഒരു നമ്മുടെ വിട്ടുപോയ മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശമ്പളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിലാണെങ്കിലും ഒരു സ്മാർട്ട് സൈനിങ് തന്നെയാണ് ഈ ഒരു പ്ലെയർ എന്നുള്ളത്. അപ്പോൾ അപ്പോഴും ഒരുപാട് ഫാൻസ് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നമ്മളൊരു യങ്ങർ പ്ലെയറിന് വേണ്ടി പോയില്ല, നമ്മുടെ പ്രൊജക്റ്റിന് യങ്ങർ പ്ലെയേഴ്സ് അല്ലേ വേണ്ടത് എന്നുള്ളത്. പക്ഷേ ആ യങ് പ്ലെയേഴ്സിൻ്റെ ഹങ്കർ മാത്രം പോരാ, നമുക്ക് എക്സ്പീരിയൻസ്ഡ് പ്ലെയറിൻ്റെ ആ ഒരു നോളേജ് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 31 വയസ്സായ പ്ലെയറിന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ പ്രീമിയർ ലീഗിലെ. സോ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് പറഞ്ഞ പോലെ മിനിറ്റ്സ് വളരെ റെഗുലേറ്റഡ് ആയിരിക്കും പ്ലെയറിന് കിട്ടുക. പക്ഷേ എനിക്ക് തോന്നുന്നു ടയേർഡ് ലെഗ്സ് സിറ്റുവേഷൻസ് നമുക്ക് പലപ്പോഴും വരാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഈ ഒരു പ്ലെയർ നമ്മുടെ ടീമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഓവറോൾ സീസണിൽ പല സമയത്തും നമ്മളെ രക്ഷപ്പെടുത്താൻ ചാൻസ് ഉണ്ട്, പല സിറ്റുവേഷനിലും നമ്മൾ രക്ഷപ്പെടുത്താൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എന്തുകൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മാർട്ട് സൈനിങ് തന്നെയാണ് ക്രിസ്റ്റ്യൻ നോർഗാർഡിൻ്റെ വരവ് എന്ന് പറയുന്നത്. ഇനി മറ്റുള്ള ട്രാൻസ്ഫർ വിശേഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രൈക്കർ സാഗ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ബെഞ്ചമിൻ സെസ്കോൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ടാഗ് കുറച്ച് ഡ്രോപ്പ് ചെയ്തതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. RB ലെപ്സിഗിന് 60 മില്യൺ പൗണ്ട്സ് ആയാലും മതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ട്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഗോയ്ക്കേസോ സെസ്കോയോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, വേറെ കാര്യമായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും അവിടെ പറയാനില്ല. ആൻഡ് മൈൽസ് ലൂയിസ് കെല്ലി 2030 ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ കാര്യത്തിൽ സൗദിയിൽ നിന്ന് അൽ നാസറിന് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. നമുക്കറിയാം അൽ നാസറിൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ തീരുമാനിക്കുന്നത്. സോ ഈ ഒരു പ്ലെയറിൽ അൽ നാസറിന് നല്ല ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വേറെ അപ്രോച്ചൊന്നും നടന്നിട്ടില്ല ഇതുവരെ. സോ ഇനി ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഡാർവിൻ ന്യൂസിനെ നെപ്പോളിയിലേക്ക് പറഞ്ഞു വിടാൻ കാത്തു നിൽക്കുകയാണ്. ഇസാക്കിനെ കൊണ്ടുവരാനായിട്ടൊരു അപ്രോച്ച് ഉണ്ടായേക്കും, ഒരു അറ്റംപ്റ്റ് ഉണ്ടായേക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ അതിന് ആദ്യം ഡാർവിൻ ന്യൂസിനെ പറഞ്ഞു വിടാൻ നിൽക്കുകയാണ് അവിടെ ലിവർപൂളിൽ നിന്നും. നെപ്പോളിയാണ് സ്ട്രോങ് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരാനായിട്ട്, ലിവർപൂളിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട്. സോ ഇനി അത് നോക്കണേ, അവിടെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് മാർക്ക് ഗുയിയുടെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്റ്റൽ പാലസിൽ നിന്ന് മാർക്ക് ഗുയിനെ കൊണ്ടുവരാനായിട്ട് അപ്രോച്ച് ലിവർപൂൾ നടത്തിയിരുന്നു. പക്ഷേ ലിവർപൂൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ട്സ് അനുസരിച്ചാണെങ്കിൽ 45 മില്യൺ പൗണ്ട്സിനടുത്ത് എങ്ങാണ്ടാണ് ക്രിസ്റ്റൽ പാലസ് ഈ ഒരു പ്ലെയറിനെ മാർക്ക് ഗുയിനെ വാല്യൂ ചെയ്യുന്നത്. സോ ആ പ്ലെയറിൻ്റെ അവസാന വർഷത്തിലേക്ക് എത്തി കോൺട്രാക്റ്റിൻ്റെ. സോ ആ ഒരു പ്രൈസിൽ നിന്ന് കുറച്ച് താഴേക്ക് വന്നാൽ മാത്രമേ ലിവർപൂൾ ഈ പ്ലെയറിനെ പെർസ്യൂ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ചെൽസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജെയ്മി ഗിറ്റൻസിൻ്റെ കാര്യത്തിൽ 55 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഡീല് ക്ലബ്ബുകൾ തമ്മിൽ എഗ്രി ആയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്ലെയറിൻ്റെ മെഡിക്കലും കാര്യങ്ങളും ഫോളോ ചെയ്ത് വരാനുണ്ട് എന്നുള്ളതാണ്. ആൻഡ് യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രയൻ എംബുമോൻ്റെ ഇംപ്രൂവ്ഡ് ബിഡായിരുന്നു 62.5 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ബിഡ്. അതും ബ്രെൻഫോർഡ് റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ പ്ലെയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബ്രെൻഫോർഡിൻ്റെ അടുത്തും ടോട്ടനത്തിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് മാൻ യുണൈറ്റഡ് തന്നെ മതി എന്നുള്ളത്. സോ മേ ബി നെക്സ്റ്റ് ഒരു ഇംപ്രൂവ്ഡ് ബിഡിൽ കാര്യങ്ങൾ തീരുമാനമാകും എന്നുള്ളതാണ്. അവിടെ വേറെ ടെൻഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ക്രിസ്റ്റ്യൻ നോർഗാർഡിൻ്റെ വരവും പിന്നെ മറ്റു കുറച്ച് ട്രാൻസ്ഫർ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെ ഗൈസ്, സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ കുറച്ചും കൂടി കിടന്ന് കറങ്ങുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിന് ഗ്രോ ചെയ്ത് വരുന്ന സമയമാണ്. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇതേപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫുട്ബോൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊരു ചാനലുണ്ട്, നമ്മുടെ വീഡിയോസ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.